പ്രിയമുള്ളവരെ, ഇന്ന് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ 135-ാം ജന്മദിനമാണ്. അംബേദ്കർ എന്ന ചരിത്ര വ്യക്തിത്വത്തിൻ്റെ ഓർമ്മകളിലൂടെയും സംഭാവനകളിലൂടെയും ചിന്തകളിലൂടെയുമല്ലാതെ ഒരൊറ്റ ഇന്ത്യൻ ദിനരാത്രങ്ങളും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്രമേൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ആത്മാവും ശരീരവുമായി നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവചേതനയാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. അംബേദ്കർ ഒരുവിധപ്പെട്ട എല്ലാവിധ മാനുഷിക വ്യവഹാരങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്നു. മതമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, തത്വചിന്തയാകട്ടെ, വിദ്യാഭ്യാസം, പ്രാതിനിധ്യം, ചരിത്രം, അങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത വ്യവഹാരങ്ങളിലും സക്രിയമായി സജീവമായി ഇടപെടുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം നിലനിൽക്കുന്ന വളരെ വ്യവസ്ഥാപിതവും ശ്രേണീകൃതവുമായ ഒരു സാമൂഹിക ഘടനയെ സമഗ്രമായി അട്ടിമറിക്കുന്നതിനുള്ള യത്നങ്ങൾ അതോടൊപ്പം തന്നെ ഭാവന ചെയ്യുകയും അത് പ്രാവർത്തികമാക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏതൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും അംബേദ്കർ വലിയൊരു പ്രത്യാശയും തുടർച്ചയും മാതൃകയും ഒക്കെയാവുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ഭീഷണാപരമായ ജൈവികമായ ഒരു ജീവിത ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അംബേദ്കർ നമ്മൾ ഈ ഒരു 135-ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ഖേദകരമാണ്. നിതിൻ രാജ് എന്ന മെഡിക്കൽ വിദ്യാർത്ഥി അവൻ്റെ 23-ാം വയസ്സിൽ അധ്യാപകരുടെയും മറ്റും നിരന്തരമായ ജാതി അവഹേളനങ്ങളുടെ ക്രൂരതയും അതിൻ്റെ അധിക്ഷേപ വർഷങ്ങളാലും ജീവനൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഖേദകരമായിട്ടുള്ള ഒന്നാണ്. ആ ഒരു ഘട്ടത്തിൽ നമ്മളുടെ പൊതുസമൂഹവും നിരന്തരം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കീഴടങ്ങിപ്പോകുന്നത്. വാസ്തവത്തിൽ ഡോക്ടർ ബാബാ സാഹേബിൻ്റെ ജന്മദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടതും വീണ്ടെടുക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അംബേദ്കർ എന്തായിരുന്നു എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. അംബേദ്കറിൻ്റെ ജീവിതം വായിച്ചൊരാൾക്ക് അംബേദ്കറിൻ്റെ ജീവിതവും ദർശനവും ആലോചനകളും ചിന്തകളും ഒക്കെ തന്നെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഓരോ മനുഷ്യരും വീണ്ടും വീണ്ടും കരുത്തുറ്റ ഒരു മനുഷ്യരാവുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്.